ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണോ അങ്ങനൊരു കാര്യം പറഞ്ഞത്? ആഫ്റ്റർ വേൾഡ് കപ്പ്, കാരണം ഒരു വിന്നറാണ്, ആ വേൾഡ് കപ്പിലെ സ്റ്റാറാണ്, അതിനുശേഷം ആ ഒരു കോൺഫിഡൻസിൽ കൂടിയാണോ ഇനി ഞാൻ ഇഷ്ടപ്പെട്ട് കളിച്ച് ആ ഒരു പ്രഷർ എനിക്ക് വേണ്ട എന്ന് തോന്നുന്നത്? അല്ല, ഇതൊരു ഉറപ്പായിട്ടും ഒരു ടീം സ്പോർട്ടാണല്ലോ. അപ്പോൾ ഒരു ടീം സ്പോർട്ടാകുമ്പോൾ നമുക്ക് മറ്റേ ടീമായിട്ട് ആണ് കോമ്പറ്റീഷൻ വേണ്ടത്. അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം ടീമിൻ്റെ പ്ലേയേഴ്സിൻ്റെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ എപ്പോഴും ഒരു എനർജി ഓക്കെ ഇന്ന് അവരെ തോൽപ്പിക്കണം, ഇതൊരു ക്രൂഷ്യൽ മാച്ചാണ്, അപ്പോൾ അങ്ങനെ കളിക്കാനാണ് കുറച്ചുകൂടെ താല്പര്യം. അപ്പോൾ അത് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടല്ല, വേൾഡ് കപ്പ് ന്യൂസിലൻഡ് ടൂർ കഴിഞ്ഞിട്ട് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പാണ് അത് തോന്നിയെന്നാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. സഞ്ജു സാംസൺ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചോ? സഞ്ജുവിനെ ടീമിൽ കാണാതായപ്പോൾ ലോകം മുഴുവനുള്ള ക്രിക്കറ്റ് ആരാധകർ മാത്രമല്ല, സഹതാരങ്ങൾ വരെ അങ്ങനെയൊക്കെ ചിന്തിച്ചുപോയി. എന്നാൽ ഇപ്പോൾ മുൻ പാകിസ്ഥാൻ സൂപ്പർ പേസർ മുഹമ്മദ് അമീർ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ക്രിക്കറ്റ് ലോകത്ത് വൻ ചർച്ചയായിരിക്കുകയാണ്. സഞ്ജു സ്വന്തം ഇഷ്ടപ്രകാരം മാറി നിന്നതല്ല, മറിച്ച് ഇന്ത്യൻ സെലക്ടർമാർ അദ്ദേഹത്തെ തഴഞ്ഞതാണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് അമീർ പറയുന്നത്. ഏഷ്യൻ ക്രിക്കറ്റിലെ ഏറ്റവും പ്രഗത്ഭരായ ബൗളർമാരിൽ ഒരാളാണ് മുഹമ്മദ് അമീർ. അദ്ദേഹം അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഈ വിചിത്രമായ സെലക്ഷൻ രീതിയെ വിമർശിച്ചത്. ലോകകപ്പിന് ശേഷം നടന്ന പരമ്പരകളിൽ സഞ്ജു സാംസന്റെ പേര് ടീം ലിസ്റ്റിൽ കാണാതിരുന്നപ്പോൾ സഞ്ജു ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ടുണ്ടാകും എന്നാണ് താൻ കരുതിയത് എന്ന് അമീർ തുറന്നു പറഞ്ഞു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അത് സഞ്ജുവിൻ്റെ തീരുമാനമല്ല, മറിച്ച് സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനമായിരുന്നു എന്ന് മനസ്സിലായത്. ഇത് തന്നിൽ വലിയ അത്ഭുതമാണ് ഉണ്ടാക്കിയതെന്നും അമീർ പറഞ്ഞു. ഈ വിഷയത്തിൽ അമീർ നടത്തിയ മറ്റൊരു നിരീക്ഷണം വളരെ പ്രസക്തമാണ്. സ്വന്തം രാജ്യമായ പാകിസ്ഥാനിലെ സെലക്ഷൻ രീതികളെ പോലും അദ്ദേഹം ഇതിലേക്ക് വലിച്ചിഴച്ചു. പാകിസ്ഥാൻ ടീമിൽ തുടർച്ചയായി പരാജയപ്പെടുന്ന, വർഷങ്ങളോളം മോശം പ്രകടനം നടത്തുന്ന കളിക്കാർക്ക് പോലും വീണ്ടും വീണ്ടും അവസരങ്ങൾ ലഭിക്കാറുണ്ട്. എന്നാൽ ഇന്ത്യയിലോ? ഒരു ലോകകപ്പ് വിജയത്തിലേക്ക് ടീമിനെ നയിക്കാൻ പാകത്തിന് ശേഷിയുള്ള ക്ലാസ് പ്ലെയറായ സഞ്ജുവിനെ പോലെ ഒരു താരത്തെ എന്തിനാണ് ടീമിന് പുറത്തിരുത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ പോകുമാകുന്നില്ല എന്നാണ് അമീർ ചോദിക്കുന്നത്. സത്യത്തിൽ അമീർ ഉന്നയിച്ച ഈ ചോദ്യം മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിലെയും വിദേശത്തെയും കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകർ കാലങ്ങളായി ചോദിക്കുന്നതാണ്. ഒരു മത്സരത്തിൽ സെഞ്ചുറി അടിച്ചാൽ പോലും അടുത്ത മത്സരത്തിൽ സഞ്ജു ബെഞ്ചിലായിരിക്കും. സ്ഥിരതയില്ല എന്ന കാരണം പറഞ്ഞാണ് പലപ്പോഴും സഞ്ജുവിനെ മാറ്റി നിർത്താറുള്ളത്. എന്നാൽ കൃത്യമായി തുടർച്ചയായി അവസരങ്ങൾ നൽകാതെ ഒരു കളിക്കാരനിൽ എങ്ങനെയാണ് സ്ഥിരത പ്രതീക്ഷിക്കുന്നത്? വൈസ് ക്യാപ്റ്റനോ അല്ലെങ്കിൽ ടീമിലെ പ്രധാനികളോ പരാജയപ്പെടുമ്പോൾ നൽകുന്ന പിന്തുണയുടെ 10% പോലും സഞ്ജുവിനെ പോലെ ഒരു പ്രതിഭയ്ക്ക് ലഭിക്കുന്നില്ല എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അമീറിൻ്റെ ഈ തുറന്നു പറച്ചിൽ വന്നതോടെ സോഷ്യൽ മീഡിയയിൽ BCCIക്ക് എതിരെ വീണ്ടും പ്രതിഷേധം കനക്കുകയാണ്. സഞ്ജുവിനോട് കാണിക്കുന്ന ഈ വിവേചനം നിർത്തി അവന് അർഹിക്കുന്ന പിന്തുണ നൽകണമെന്ന് ആരാധകർ ആവശ്യപ്പെടുന്നു. മുന്നോട്ട് വരാനിരിക്കുന്ന പരമ്പരകളിൽ സഞ്ജുവിന് അവസരം ലഭിക്കുമോ, അതോ പഴയതുപോലെ ടീമിന് പുറത്തു തന്നെ ആയിരിക്കുമോ സ്ഥാനം എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മുഹമ്മദ് അമീറിൻ്റെ ഈ പ്രതികരണത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? സഞ്ജു സാംസണിന് ഇന്ത്യൻ ടീമിൽ അർഹിച്ച അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടി വേണം കേട്ടോ. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.